ഇപ്പൊ അഖിൽമാരാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഈ റിവ്യൂ ചെയ്ത എല്ലാവരും ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ കണ്ട് പഠിക്കരുത്, അല്ലെങ്കിൽ പുതുതലമുറക്കാരോട് നിങ്ങളെ കണ്ട് പഠിക്കരുത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മളെ കൊണ്ട് നിങ്ങളെ കണ്ട് പഠിക്കരുത്. നമ്മ പഠിക്കുന്നത് പെരേരയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പുതുതലമുറയിലുള്ള കുട്ടികള് അനുകരിക്കരുന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ അഖിൽമാരാ പറഞ്ഞായിരുന്നു. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മള് അങ്ങനെ നമ്മൾ ലഹരിക്ക് അടിമയായിട്ട് പോകാൻ പാടില്ല എന്ന് നമ്മ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഡാൻസ് എല്ലാവരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡാൻസ്, കുറച്ച് ഇത് വ്യത്യാസങ്ങളായിട്ടുള്ള ഡാൻസ്. ഇപ്പൊ ഞങ്ങളെ ചെറുപ്രായത്തിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യപ്പെട്ടില്ല, നമ്മ ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ട്. ഫോറിൻ കൺട്രീസിൽ പോവാൻ ചാൻസ് കിട്ടാറുണ്ടോ? പരിപാടിയൊക്കെ പറയാന്ന് വെറൈറ്റി ആയിട്ട് ഡാൻസ് ആയാലും എന്തായാലും പാട്ടായാലും ഇറക്കുന്നതിന് അല്ലാതെ മറ്റുള്ളവരെ ഡാൻസ് പഠിച്ചിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് കോമളത്തിൽ പറയുന്ന പള്ളിമാരെ പോലുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഐദ്യസ്ഥേനെ കാണിക്കുന്നത് കോമളക്ഷാവ് സമ്മതിക്കുന്നില്ല, കോമളത്തിൽ നടത്തുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് കഴിവുണ്ട്? ഇപ്പൊ പല കാലില്ലാത്തവര് ഓടുന്ന ചാടുന്നത്, പല കഴിവുകളും കാലില്ലാത്ത കൈയില്ലാത്തവര് ചിത്രം വരയ്ക്കുന്ന ഇതുണ്ട്. നമ്മൾ ചെറിയ അറിവിൽ നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാനും സാഹചര്യം കൊണ്ട് അറിഞ്ഞിട്ടെങ്കിൽ നമ്മളെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് ഒരാളെ ദ്രോഹിച്ചിട്ട് ഒരാളെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രിങ്ക്സോ അത് ഇത് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ ഇത് എന്ന് പറയാന്ന് നമ്മൊരു ഈ അതില് നമ്മ കോമാളിന്നും നമ്മ പറഞ്ഞതും പ്രശ്നമില്ല. ഇത് നമ്മ ഒരാളെ ഹാബിറ്റില് മയക്കുമരുന്ന് അങ്ങനത്തേലൊന്നും നമ്മ ചെയ്യുന്നില്ല. ഞങ്ങളുടെ തന്നെ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയപ്പോ അടുത്ത ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു, എന്റർടൈൻമെന്റ് ചെയ്യുന്നു, പോകുന്നു വരുന്നു, അത്രേനെ ഇതാര് പറഞ്ഞെങ്കിൽ ഒന്നും കുഴപ്പമില്ലാന്ന് അടുത്ത ആൾക്കാർ തന്നെ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നത് സന്തോഷിക്കുക. അതാണ് നമുക്ക് ഒരാൾക്ക് ഹാപ്പി കൊടുക്കുന്നത്. നമ്മളെ കുറെ ആള് വേദനിപ്പിച്ചിട്ടുണ്ട്. സാധാരണ കുറെ എന്നെ നല്ല ഈ രീതിയിൽ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരെന്ത് നല്ല എഡ്യൂക്കേറ്റഡ് ഉണ്ട്, നല്ല പണമുണ്ട്. അപ്പൊ ഈ പണം ഇല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഈ പണം ഉണ്ടവരോട് ദേഷ്യപ്പെടൂല. അങ്ങനത്തെ കുറെ സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ മോശം എന്ന് പറയുന്ന ആ രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. വെറുതെ അങ്ങനത്തേനൊന്നും പോവാത്ത ഒരു വ്യക്തിയാണ്. കുറെ എന്റെ സാഹചര്യത്തിൽ ചിന്മയ മിഷനിൽ ഞാൻ കുറെ വർഷം ഇപ്പോഴും ഉണ്ട്, കുറെ വർഷങ്ങൾ ഇങ്ങനെ യൂത്ത് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ അറിയാം, ചിന്മയ മിഷൻ കുറെ പേർക്ക് എന്നെ അറിയാം. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിനെ ചെറിയ മോശവരെ ഇത് ചെയ്യുന്നത്. പിന്നെ നല്ല നല്ല ആൾക്കാർ ടീനു ടോം ചേട്ടനെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ടീനു ടോം തന്നെ. പിന്നെ ഇപ്പൊ ഇനി കുറെ പേര് പറയുന്നുണ്ട് തൊപ്പിന്റെ കൂടെ 2 പേര് വരണോന്ന്. തൊപ്പിന്റെ കൂടെ വിളിച്ചിട്ടുണ്ടായി, പക്ഷെ പിന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹമുണ്ട്. എന്ത് തൊപ്പിന്റെ കൂടെ വരണം. അവൻ നമ്പർ 6 തന്നു, 6 നമ്പറിൽ കിട്ടുന്നില്ല. 6 4-5 നമ്പർ തന്നു ഞാൻ, പക്ഷെ കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല. പക്ഷെ തൊപ്പിന്റെ മാനേജർ ഇത് അന്ന് പ്രാവശ്യം അടിച്ച് കോമളി എല്ലാം കോമളി ഞങ്ങൾ തിരിച്ചറിയണം.